ഹലോ, ജയാസ് ഡിഷസിൽ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് സോയാ ചങ്ക് കൊണ്ടുള്ള ഒരു ദോശയാണ്. നമ്മൾ സോയാ ചങ്ക്സ് കൊണ്ട് സാധാരണ ചപ്പാത്തിക്ക് കറിയും ചോറിന് കറി റോസ്റ്റൊക്കെ ഉണ്ടാക്കുമല്ലോ. ഇന്ന് ഞാൻ അതിട്ടൊരു ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചൂടുവെള്ളത്തിനകത്തിട്ട് പിഴിഞ്ഞു വെച്ചിരിക്കുക, വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിരിക്കുക. പിന്നെ അതിൻ്റെ കൂടെ വേണ്ടത് കുറച്ച് തൈര് വേണം, കുറച്ച് റവ, പിന്നെ ചേർക്കേണ്ടത് കുറച്ച് ഈനോ നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഉപ്പും. പെട്ടെന്ന് തന്നെ നമുക്ക് വെള്ളത്തിലൊക്കെ ഇട്ടില്ലെങ്കിലും രാവിലെ തന്നെ എളുപ്പം നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ദോശയാണ് ഇത്. ഇതിൻ്റെ രുചി ഇഷ്ടമില്ലാത്തവർക്കും എല്ലാം കഴിക്കാം. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം. റവ ഇട്ട് കൊടുത്തു. പിന്നെ വേണ്ടത് തൈരാണ്. എരിവ് ഇഷ്ടമെന്ന് തോന്നുന്നവർക്ക് വേണമെങ്കിൽ 2 വറ്റൽമുളകോ മുളക് പൊടിയോ എന്തെങ്കിലും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് അരയ്ക്കാം. ഇപ്പം ഇത് ഞാൻ അരച്ചു കൊണ്ടുവരാം, നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം. ആകുമ്പോൾ ഇത് ഇഷ്ടമല്ലാത്തവർക്കും കഴിക്കാം. പ്രത്യേകിച്ച് ഈ റവയൊക്കെ ചേർക്കുന്നതുകൊണ്ട് രുചി അറിയത്തില്ല. അപ്പം ഇതെല്ലാം കൂടെ ഞാനൊരു മിക്സിക്കകത്തോട്ട് ഇട്ടു. അതിനകത്തേക്ക് ഒരു ചെറിയ ടീസ്പൂൺ ഈനോയും കൂടി ഇട്ട് കൊടുക്കാം. ഈനോ അല്ലെങ്കിൽ അരച്ച് കഴിഞ്ഞിട്ടാലും മതി. ഇതിപ്പോൾ ഞാനൊന്ന് അരച്ചു കൊണ്ടുവരാം. അങ്ങനെ എല്ലാം കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. ഒരു ടീസ്പൂൺ ഈനോയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമ്മുടെ ദോശമാവിൻ്റെ അതേ കൺസിസ്റ്റൻസി മതി. നമുക്കിനി എങ്ങനെ ദോശ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വേറെ ഒന്നുമില്ല. 1 കപ്പ് റവ, അത് അരയ്ക്കാൻ ആവശ്യം 1 കപ്പ് തൈര്, പിന്നെ സോയാ ചങ്ക് കുതിർത്തു. അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ മെഷർമെൻ്റ് ഒന്നും എടുത്തിട്ടില്ല. ഇച്ചിരി നേരം ഇരിക്കട്ടെ. പിന്നെ നമുക്ക് എങ്ങനെയാണ് ദോശ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കൊരു ദോശക്കല്ലിനകത്തേക്ക് ഈ ദോശ ഉണ്ടാക്കാം. കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. നെയ്യ് കൂടെ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. എനിക്ക് സോയാ ചങ്ക്സ് ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്. പക്ഷേ ഇങ്ങനെ ദോശയാക്കി കഴിച്ചപ്പോൾ അതിൻ്റെ ആ രുചി അറിയുന്നേയില്ല. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം സോയാ ചങ്ക് ദോശ. മറിച്ചിടണമെങ്കിൽ മറിച്ചിടാൻ ഞാൻ പക്ഷേ മറിച്ചിടുന്നില്ല. ഇങ്ങനെ മടക്കി ഇങ്ങനെ എടുക്കുന്നേ ഉള്ളൂ. അങ്ങനെ എല്ലാവർക്കും ഇതുപോലെ സോയാ ചങ്ക് ദോശ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഇതിനകത്ത് വേണമെങ്കിൽ മസാലയൊക്കെ വെച്ച് വേണമെങ്കിലും നമുക്കുണ്ടാക്കാം. Thank you for watching.